നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ വീട്ടുകാരകത്തി നിർത്താൻ പറ്റുമോ? നമുക്ക് അവര് വേണം. എന്താ വെച്ചാൽ അവരുണ്ടെങ്കിൽ നമുക്കൊരു ബലം തന്നെയാണ് ജീവിതത്തിലല്ലേ. നമുക്ക് ആർക്കായാലും കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോ അതൊരു ബലമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കാൻ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയാണ് വീട്ടില്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറെ നാളായി. ആർക്കായാലും ഇപ്പൊ എന്റെ അച്ഛൻ ഉപ്പുമുളകും ലൈറ്റിലെ നന്ദനയുടെ വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ അച്ചാച്ചൻ മരിച്ച സമയത്ത് ഈ നന്ദനയും നന്ദനയുടെ ഹസ്ബൻഡും കൂടെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനെയും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി എന്ന തരത്തിലാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യം കൊണ്ട് നടക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, ഈ നമ്മൾ ക്ഷമിക്കാനും ഒരു മനസ്സ് കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയലോഗ് ആ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ അച്ഛനും മക്കളുമാണ്, എന്തായി കഴിഞ്ഞാലും നാളെ ഇവർ ഒന്നിക്കേണ്ടവരാണ്, അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കരുത് എന്ന തരത്തിലാണ് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെയാണ് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതായത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളുടെ ഉള്ളിൽ ഒരു വൈരാഗ്യവും ഇല്ല, ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ ഭയങ്കര കാര്യമായിരുന്നു, ഞങ്ങൾക്കും അവരോട് ഭയങ്കര കാര്യമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മളും കുറേ നാൾക്ക് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയത്, അല്ലാതെ ഇവിടെ വേറെ ആരുമല്ല. എന്തായാലും നന്ദനയുടെ ചാനലിനകത്ത് നന്ദന പണ്ടിട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. നെഗറ്റീവ് പറഞ്ഞല്ല കേട്ടോ. സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം. ഒരിക്കൽ പോലും കുഞ്ഞിന് അവരെ കാണണം എന്നോ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ? മകളുടെ തെറ്റ് അവര് പൊറുക്കും. കുഞ്ഞിനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടോ. മകളുടെ തെറ്റ് മകള് തെറ്റാണോ ശരിയാണോ? ഞാൻ പറയാം. എനിക്ക് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ മറന്നിട്ട്. സത്യം പറഞ്ഞ അച്ഛനമ്മയാണ്, എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ. എനിക്ക് അവരോട് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതൊക്കെ കുറച്ച് നാൾ കഴിയുമാകും. പിന്നെ ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് മേട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില്. നന്ദന പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ? അതായത് ഇവർക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല സ്വന്തം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും മിണ്ടുന്ന കാര്യം. എന്നാൽ ഇപ്പോഴത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതായത് അച്ചാച്ചൻ മരിച്ച സമയത്ത് അവിടെ ചെന്നപ്പോൾ എല്ലാവരെയും കണ്ടു, ഞങ്ങൾ എന്തിനാണ് അവരുടെ അടുത്ത് വൈരാഗ്യം വെക്കേണ്ടത്, ഞങ്ങളിപ്പോൾ അവരുടെ അടുത്ത് നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് എന്ന തരത്തിലാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് ഈ ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടത്. പിന്നെയും എന്തിനാണ് വെറുതെ വന്നിരുന്ന് അനാവശ്യമായിട്ട് ഇങ്ങനൊരു കാര്യം, അതായത് നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഉള്ള കാര്യം പറയാമല്ലോ. നന്ദനയുടെ ചേച്ചിയുടെ കേസും ഇത് തന്നെയായിരുന്നു. അന്ന് ഭയങ്കര രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒന്നിച്ചു. അപ്പം ഈ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാവരെയും അങ്ങ് പൊട്ടന്മാരാക്കി. അത് മാത്രമല്ല, ഇപ്പോൾ ഇവർ ഇട്ടേക്കുന്ന പുതിയ വീഡിയോയ്ക്കകത്ത് കമൻസ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുവാണ്. നെഗറ്റീവ് കമൻസ് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം. ഈ ഒരു പ്രശ്നത്തില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ഫാമിലി ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ പോവാൻ പറ്റുമെങ്കിൽ അത് ഇപ്പൊ വരാൻ പറഞ്ഞ് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ അനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ്. ഓക്കെ, അവരിനി വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ചെല്ലാൻ പറ്റത്തില്ല, ഞങ്ങൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് പറയണത്. ഇനി ഇവർ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്റെ വീട്ടിൽ പോയി നിൽക്കാനായാലും ഇങ്ങനത്തെ ഒരു സംഭവം അതൊക്കെ നിക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നു. ഇനി നമുക്ക് ഇടയ്ക്ക് പോവാനായാലും നമുക്ക് ഇനി വിഷമില്ല. എന്താ വെച്ചാൽ നമ്മളതൊക്കെ പറഞ്ഞ് തീർത്ത് പ്രശ്നങ്ങളൊക്കെ മാറിയൊക്കെ സോൾവ് ആയി. എന്താ ചേട്ടൻ അവിടെ വാശി പിടിച്ചിരുന്ന പിന്നെ തീർന്നു. എന്റെ വീട്ടുകാരായാലും വാശി പിടിച്ചിരുന്നിട്ടില്ല ആരും, അല്ലെ? അങ്ങോട്ട് വാശി പിടിക്കാൻ ചെല്ലണ ഞങ്ങളെ ഇവിടെ കയറരുത്, കാണരുത്, ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നീ വിളിച്ചോടി പോയതല്ലേ, ഞങ്ങളെ വിട്ടെറിഞ്ഞു പോയതല്ലേ, അങ്ങനൊന്നല്ല. അവിടെ സംഭവിച്ച നേരെ ഓപ്പോസിറ്റ് ആണ്. ഞങ്ങളിപ്പോ രണ്ടു കൂട്ടരും വാശിയില്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു പ്രശ്നവും കാണത്തില്ല. പക്ഷെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വന്തമായിട്ട് പല്ലേ കുത്തി നാട്ടിക്കുന്നത്? ആ ഒരു സ്വഭാവം ശരിയുള്ള ഒരു പരിപാടിയല്ല. ഇതിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരത്തോടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. എന്തായാലും മറ്റേ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് വീഡിയോ ഒന്നും വന്നിട്ടില്ല, മേ ബി വരുമായിരിക്കാം. കാര്യം സാധാരണ അങ്ങനെയാണല്ലോ അതിൻ്റെ കീഴ്വഴക്കം. അന്ന് നമ്മൾ ഈ ഒരു വിഷയങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബഹളമായിരുന്നു. പോലീസ് കേസ് കൊണ്ടു കൊടുക്കാൻ പോകുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുന്നു, ഇനി ജീവൻ ഉണ്ടെങ്കിൽ മിണ്ടത്തില്ലെന്ന് പറയുന്നു. ഇതൊക്കെ അന്നേ നമ്മളെല്ലാവരും പറഞ്ഞ കാര്യമാണ്. പക്ഷേ നിങ്ങളാണ് ഇതൊക്കെ എല്ലാവരും കൂടെ അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പരിപാടിയായിട്ട് ഇറങ്ങിയത്. എന്തായാലും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും മിണ്ടുന്നതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലതെന്ന്. എന്തായാലും അതേപോലെ സംഭവിച്ചു. പക്ഷേ
അതിൻ്റെ പുറവിന് ഓരോരോ വീഡിയോ ഇടുന്നു. ഞങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റത്തില്ല, ഞങ്ങൾ മിണ്ടാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല. എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിടുന്നത്? ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു. ഇതുപോലെ മരണം നടന്നതിൻ്റെ പേര് നിങ്ങൾ അവിടെ പോയി മിണ്ടുന്നതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ചിന്തിക്കലപ്പുറമായിട്ട് നമ്മളെ സ്നേഹത്തോടെയും അന്നിപ്പോ മോനെന്നാണെങ്കിലും എല്ലാരും അവിടെ ഉള്ളവരെല്ലാരും അച്ഛനമ്മ മാത്രല്ല എല്ലാരും ഇപ്പൊ ഷെബിനാണെങ്കിലും ശരി, കുഞ്ഞാണെങ്കിലും ശരി, പിള്ളേരാണെങ്കിലും ശരി, പിള്ളേരാണ് ഫസ്റ്റ് എന്റെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോ ഞാനൊരു ക്രൂരൻ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല, ജീവിതത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നെ ഒരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പൊറുക്കണെന്ന് പറഞ്ഞാല് ഞാൻ അവിടെ തീർന്ന്. അല്ലാണ്ട് തട്ടി മാറ്റിയിട്ട് നീ പൊക്കോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും, നിന്നെ ഇവിടെ ആക്കിത്തരാം, കുഞ്ഞിനെ എനിക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരാം, എന്റെ ഒരു ഇതില് കുഞ്ഞിനെ ആക്കാൻ ഞാൻ ഇങ്ങോട്ട് പോരാം, എനിക്ക് ആരാ വേണ്ടിയാണ്. സത്യം പറഞ്ഞ പേട്ടന്റെ പുറത്ത് ഫ്രണ്ട്സുകൾ എന്തായാലും ചോദിക്കാറുള്ള കണ്ടിട്ടാ നിങ്ങൾ അവിടെ തമ്മില് രണ്ടു കൂട്ടരും ശരിയായോ, പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന്. അത് എന്തുകൊണ്ടാ ചോദിക്കണെന്ന് വെച്ചാ, ഇപ്പൊ നമ്മുടെ വീട്ടുകാരായാലും ആരുടെ വീട്ടുകാരായാലും, പേട്ടന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവർക്കും അറിയാം. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള ആ ഒരു വീഡിയോ, അതായത് ഞാൻ കുറച്ച് മുന്നേ വെച്ച ആ ഒരു വീഡിയോ നിങ്ങൾ പറയുന്നത് എന്താ, ഇനി മിണ്ടണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രണ്ട് കുടുംബങ്ങളും നിങ്ങൾക്ക് ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് നന്ദനയുടെ ഫാമിലി, നന്ദനെ ഇത്ര നാൾ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും, അവർക്കാണ് കൂടുതൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ അവരെ ധിക്കരിച്ചിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഏതൊരു അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഇമോഷൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്ന് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റമൊന്നും വലുതായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ വെറുതെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികൾ പറയില്ല. ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പം ബാക്കിയുള്ള ആർക്കൊക്കെയോ ആണ് പ്രശ്നമെന്നാണ്. നിങ്ങൾ മിണ്ടിയാലും മിണ്ടിയില്ലേലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയത്. കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനെയാണ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പോയി മിണ്ടി എടുത്തു, ഞങ്ങൾക്ക് വൈരാഗ്യം വെച്ച് പിടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് നാളെ ഒരു കാലത്ത് ഇനി അവരുമായിട്ട് ഒരുമിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചീത്ത വിളി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിട്ടാണ് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ. അത് ഇങ്ങനെ ഒരിക്കലും അകറ്റാനല്ല നോക്കേണ്ടത്, അടുപ്പിക്കാനാണ് നോക്കേണ്ടത്, അല്ലേ? എന്തൊരു പ്രശ്നം ഉണ്ടായാലും എല്ലായിടത്തും ഉള്ളതാണ് ഈ ഒളിച്ചോട്ടവും ഇങ്ങനെ അങ്ങോട്ടും പറയലും. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? മിക്കവരുന്ന് നമുക്കും അറിയണവരുണ്ട്. എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. എന്റെ കൂടെ നിന്ന കൂട്ടരന്മാരിലും കുറെ അവന്മാര് കാണുന്നുണ്ടാവും. അവര് പറയും, എന്നാൽ 2 ദിവസം മുന്നേ വിളിച്ച് സംസാരിച്ചോളൂ. അവരും പറഞ്ഞേ, എടാ നിന്റെ ഒന്നും പ്രശ്നങ്ങളല്ല. അപ്പൊ ഞാനൊക്കെ വിളിച്ചോണ്ട് വന്ന പ്രശ്നങ്ങളോ, ഇതിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കയ്യേറ്റം വരെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അന്ന് പറ്റി ചിലപ്പോ എന്തെങ്കിലും അന്നത്തെ കുറച്ച് പ്രശ്നങ്ങളില് നമ്മള് ചെയ്തതില് നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ വീട്ടുകാരകത്തി നിർത്താൻ പറ്റുമോ? നമുക്ക് പറ്റുമെന്ന് ഞങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുമോ? അങ്ങനെ ഞങ്ങൾക്ക് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പല ആൾക്കാർക്കും ഇഷ്ടം. മനസ്സിലായില്ലേ? പക്ഷേ ഇതെല്ലാ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. ഇനി പിന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും നിങ്ങളൊക്കെ മിണ്ടി ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദയവ് ചെയ്ത് ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. കാര്യം ഒരു സൈഡിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അച്ഛനും അമ്മയും വീഡിയോ ഇടും. അതായത് ചുമ്മാ ഇവരെ ചൊറിയാൻ നോക്കും, എന്നിട്ട് ഇവർ വന്നിട്ട് തിരിച്ച് ചൊറിയാൻ നോക്കും, എന്നിട്ട് അതെല്ലാം നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഇതൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. വേണം എന്താ വെച്ചാൽ അവരുണ്ടെങ്കിൽ നമുക്കൊരു ബലം തന്നെയാണ് ജീവിതത്തിലല്ലേ. നമുക്ക് ആർക്കായാലും കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോ അതൊരു ബലമാണ്. ഒറ്റ കാര്യം ചിന്തിക്കാൻ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയാണ് വീട്ടില്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറെ നാളായി. ആർക്കായാലും ഇപ്പൊ എന്റെ അച്ഛനമ്മയ്ക്കാണെങ്കിലും അത് അനുഭവിക്കുമ്പോ ഒരു വിഷമമുണ്ട്. ഓട്ടോമാറ്റിക്കായി മക്കളെ കാണാൻ തോന്നും, അത് ഉറപ്പുള്ള കേസ് തന്നെയാണ്. അത് ഞാൻ കണ്ട കാഴ്ചയാണ്. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരും. അവിടെ കുഞ്ഞനെല്ലാരും കൂടെ വന്നിട്ട് കെട്ടിപ്പിടിക്കണത്, ഉമ്മ വയ്ക്കണതൊക്കെ കാണുമ്പോ എല്ലാരും സ്നേഹത്തോടെ വിട്ടയച്ചപ്പോൾ പോലും ഇവങ്ങോട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോഴും എല്ലാരും വന്ന് ഉമ്മ വെച്ച് ഞാൻ ചിന്തിച്ചത് എന്റെ ഒരു സ്ഥാനമാണ്. അപ്പൊ എന്നെ ഇവിടെ എല്ലാരും അതുപോലെ തന്നെ കാണുന്നത്. ഇപ്പൊ എന്റെ ചേട്ടന്മാര് അപ്പൊ ഞാൻ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? കുറെ നാൾ എന്നെ കാണില്ല, എന്റെ വിവരങ്ങളില്ല. അപ്പൊ അതന്നെ ഇവിടെ സംഭവിക്കണത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ വേറെ ഒരു ഇതൊക്കെ കുറച്ച് മുന്നേ തോന്നേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴല്ല ഈ ഒരു തിരിച്ചറിവൊന്നും വരേണ്ടത്. ഇപ്പം കുഞ്ഞൻ ഭയങ്കര രീതിയിൽ അച്ഛൻ്റെ അമ്മയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇതൊക്കെ പണ്ടേ തോന്നേണ്ട കാര്യമാണ്. ഇപ്പോഴല്ല ഇത് ശരിക്കും തോന്നേണ്ടത്.
ഇനി കുറച്ച് നാൾക്ക് മുന്നേ ഇവരുടെ അച്ഛനും അമ്മയും ഇട്ടൊരു വീഡിയോ ഉണ്ട്. അവർ എത്രത്തോളം സങ്കടത്തോടെയാണ് ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സംഭവിച്ചു പോയതല്ലേ, അപ്പൊ ഹാപ്പി ആയിരിക്കും. ഹാപ്പി നമ്മളെ വിഷമിച്ചിട്ട് എന്തായാലും നമ്മള് തെറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നില്ല. ആര് തെറ്റ് ചെയ്താലും അടുത്തൊരു ക്വസ്റ്റ്യൻ, ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ. അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല വെച്ചാൽ അങ്ങനെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവളെ ക്വസ്റ്റ്യൻസിൽ ഇപ്പം നമ്മളല്ലേ അവളെ ആ വീഡിയോ എടുത്തപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ട് ഞാൻ ഇട്ടാഴ്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത്. അപ്പം അതിൽ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാറ്. ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണമെന്ന് ചിന്തിക്കണം ബന്ധുക്കളൊന്നുമില്ല. അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ നന്ദനയും നന്ദനയുടെ ഹസ്ബൻഡും ഇട്ട വീഡിയോയ്ക്കുള്ളൊരു മറുപടിയാണ്. അതായത് ഞങ്ങൾ വിളിച്ചാൽ പോലും അവർക്ക് വരാൻ പറ്റത്തില്ല, വേറെ കുറച്ച് ബന്ധുക്കളൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന്. സ്വന്തം അച്ഛനെയും അമ്മയും കാണാനായിട്ട് വേറെ ആരുടെയെങ്കിലും സമ്മതം വേണമെന്നാണ് ഈ ഒരു അമ്മ ചോദിക്കുന്നത്. ഉള്ള കാര്യമല്ലേ അതൊക്കെ. അതായത് ഇപ്പോഴാണ് ഇവർക്ക് ഈ അച്ഛൻ്റെ അമ്മയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്നിട്ട് പിന്നെ വന്നിരുന്നിട്ട് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ അന്നേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയാണ്. നമ്മളെ കുഴിയിലേക്ക് ഇറക്കാനേ ബന്ധുക്കൾ ഉണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജന്മം കൊടുത്തവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഞാൻ സപ്പോസ് എന്റെ അച്ഛനും അമ്മേനും കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹം. അതിന് ഞാൻ എൻ്റെ അച്ഛനും അമ്മോടും എൻ്റെ വീട്ടുകാർ ചോദിക്കൂ? ഞാൻ ചോദിക്കില്ല. അന്യേട്ടൻ്റെ അച്ഛനോട് അമ്മോട് തന്നെ ചോദിക്കില്ല. പിന്നെയാണ് അന്യേട്ടൻ്റെ മറ്റു ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ ബന്ധത്തിനെ നിർത്താം. നമ്മുടെ അച്ഛനും അമ്മേനും കാണണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അവളെന്നെ അതിൽ പറയണു അവർക്ക് വരാൻ പറ്റില്ല, അവര് കുറെ ബന്ധുക്കൾ കാരണം അതിലിടപെട്ടിട്ടുണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടല്ലോ, ഇതൊക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങൾ പേഴ്സണലി പറഞ്ഞു തീർക്കാതെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം കാണിച്ചുകൊണ്ടിരുന്നതാണ്. ആ അച്ഛനും അമ്മയുടെ ഭാഗത്ത് യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഇമോഷൻസാണ് അവർ വന്ന് സംസാരിച്ചത്. പക്ഷേ അന്ന് നന്ദനയുടെ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു. അന്ന് നന്ദനയുടെ ഹസ്ബൻഡും ഒക്കെ വന്നിരുന്നത് എന്തെല്ലാം ഡയലോഗായിരുന്നു വന്നിരുന്നത് പറഞ്ഞത്. എന്തായാലും ഇപ്പം രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യം. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.